ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരെ മൊഴി നൽകിയ സിസ്റ്റർ ലിസി വടക്കേലിനോട് വിജയവാഡയിലേക്ക് തിരിച്ചുപോകാൻ FCCയുടെ അന്ത്യശാസനം. മാർച്ച് 31-നകം വിജയവാഡയിലേക്ക് തിരികെ എത്തണം. അല്ലാത്തപക്ഷം സന്യാസി സമൂഹത്തിൽ നിന്നും പുറത്താക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, വിശദാംശങ്ങൾ എന്താ? ലെവിൻ, കേൾക്കാമോ? ലെവിൻ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? ഫ്രാങ്കോ മുളക്കലിനെതിരെ മൊഴി നൽകിയ സിസ്റ്റർ ലിസിയോട് വിജയവാഡയിലേക്ക് തിരിച്ചു പോകാൻ അന്ത്യശാസനം നൽകിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താ? അശോക്, ഇന്നാണ് സിസ്റ്റർ ലിസി വടക്കേലിന് FCC സന്യാസി സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള അന്ത്യശാസനം നോട്ടീസ് വന്നിരിക്കുന്നത്. മാർച്ച് 31-നകം വിജയവാഡയിൽ എത്തണമെന്നുള്ള അന്ത്യശാസനമാണ് ഈ നോട്ടീസിലൂടെ മദർ സുപ്പീരിയർ അൽഫോൻസ എബ്രഹാം സിസ്റ്റർ ലിസി വടക്കേലിന് നൽകിയിരിക്കുന്നത്. നേരത്തെ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരായ പീഡന പരാതി കേസിൽ അദ്ദേഹത്തിനെതിരെ ഈ സിസ്റ്റർ ലിസി വടക്കേൽ മൊഴി നൽകിയിരുന്നു. തുടർന്ന് മൂവാറ്റുപുഴ ജ്യോതി ഭവനിലെ അന്തേവാസിയായ സിസ്റ്ററെ ആന്ധ്രാപ്രദേശിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ശ്രമങ്ങൾ FCCയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെ തുടർന്ന് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും തിരികെ മൂവാറ്റുപുഴ ജ്യോതി ഭവനിൽ എത്തുകയുണ്ടായി. അവിടെ സിസ്റ്ററെ വീട്ടുതടങ്കലിലാക്കുന്ന അടക്കമുള്ള പരാതികൾ ഉണ്ടായിരുന്നു. സിസ്റ്റർ ലിസി വടക്കേലിന്റെ സഹോദരന്മാരുടെ പരാതിയെ തുടർന്ന് പരാതിയിൽ പോലീസ് ഇടപെടുകയും കോടതി കേസെത്തുകയും ചെയ്തു. തുടർന്ന് കോടതി അനുമതിയോടുകൂടി തന്നെ ജ്യോതി ഭവനിൽ താമസിച്ചു വരികയായിരുന്നു സിസ്റ്റർ ലിസി വടക്കേൽ. ഇതിനെതിരെയാണ് ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ വിജയവാഡയിൽ നിന്നുള്ള FCC സന്യാസി സമൂഹത്തിന്റെ രണ്ടാമത് നോട്ടീസ്. നേരത്തെ ഇത് സംബന്ധിച്ച് വീണ്ടും മറ്റൊരു നോട്ടീസ് കൂടെ സിസ്റ്റർക്ക് അയച്ചിരുന്നു. സിസ്റ്റർ അത് കൈപ്പറ്റുകയും തങ്ങൾക്ക് അനാരോഗ്യകരമായ കാര്യങ്ങൾ ഉള്ളതിനാൽ തിരികെ മടങ്ങാനാവില്ലെന്നുള്ള തിരിച്ചു മറുപടി അവർക്ക് നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം മാർച്ച് 31-നകം നിർബന്ധമായും സിസ്റ്റർ വിജയവാഡയിലേക്ക് മടങ്ങിയെത്തണമെന്നുള്ള അന്ത്യശാസനം തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അല്ലാത്ത